ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഒന്ന് രണ്ട് തവണ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ക്ലെയിം കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യത്തിൽ പാട്ടിടുന്നതാണ് ഇഷ്ടം, പക്ഷേ പാട്ടിടാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ സ്ഥലം വാങ്ങി വീട് വെച്ചതിൻ്റെ നമ്മളുടെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ഒരു കഥയാണ് ഇത്. ഈ സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നത് 2018 എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ച സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എനിക്കിഷ്ടപ്പെട്ടത് വേറൊരു പ്രോപ്പർട്ടി ആയിരുന്നു, പക്ഷേ എൻ്റെ വിധി ഈ പ്രോപ്പർട്ടി ആയിരുന്നു. അതുകൊണ്ട് ഇതാണ് കിട്ടിയത്. പിന്നെ അതെങ്ങനെ റോഡുണ്ട്, സൗകര്യങ്ങളുണ്ട് എങ്കിൽ പോലും എനിക്ക് വേറൊരെണ്ണമായിരുന്നു ഇഷ്ടമായത്. പക്ഷേ ഇതാണ് എനിക്ക് വിധിയായത്. പിന്നെ എൻ്റെ സ്വപ്നങ്ങളെ ഇതിനകത്തേക്ക് ഞാൻ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടിയും ഞാനൊരു ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വീട്ടിലാണ്. അപ്പോൾ ഈ വീടിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളിൽ ആണ് പറയുന്നത് കേട്ടോ. ഈ വീട് നമ്മളിതിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഫൈസലിക്കയും ഞാനും റജാമിനുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള 3 ആൾക്കാർ. റജാമിനാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് ചെയ്തത്, ഫൈസലിക്കയാണ് പ്ലാൻ വരച്ചത്. അപ്പോൾ ഫൈസലിക്ക ഇങ്ങോട്ട് വയ്ക്കും, ഞാൻ അങ്ങോട്ട് വയ്ക്കും. കാരണം എനിക്ക് ഇച്ചിരി സ്പേഷ്യസ് ആയ റൂമുകളും കുറച്ച് വലിയ ഒരു ഹോളുമൊക്കെയാണ് വേണ്ടിയിരുന്നത്. അപ്പം ഇതങ്ങോട്ട് മാറ്റി അതിങ്ങോട്ട് മാറ്റി, പിന്നെ എന്താ പറയുക, നമ്മൾ നമ്മുടെ ബാൽക്കണി അങ്ങനെ ആയിരിക്കണം, ഇതിങ്ങനെ ആയിരിക്കണം, പിന്നെ സ്റ്റെയർ ഇങ്ങനെ ആയിരിക്കണം, സ്റ്റെയർ അപ്പുറത്തോട്ട് മാറ്റി ഇപ്പുറത്തോട്ട് മാറ്റി, അങ്ങനെ വളരെ വളരെ ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചൊരു വീടാണ്. അപ്പോൾ എനിക്കൊരു ഫ്ലാറ്റ് ടൈപ്പിലെ വീടായിരുന്നു വേണ്ടത്. പക്ഷേ എനിക്ക് എല്ലാ സൗകര്യങ്ങളും വേണമായിരുന്നു, എൻ്റെ ഇഷ്ടമുള്ള പോലെ. അതായത് എനിക്കൊരു കൊറിയൻ ടൈപ്പിലെ വീട് വേണം, എനിക്ക് വലിയ ജനലുകൾ വേണം, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനൊക്കെ അവർ കൂട്ടുനിന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഒരു 10-28 ലക്ഷം പ്ലസ് പോയൊരു പ്രൊജക്റ്റാണ്. അപ്പം അതിൽ നമ്മൾക്ക് ലോൺ വന്നിരിക്കുന്നത് കാഡ് ബാങ്കുമായിട്ടാണ്. കാഡ് ബാങ്കുമായിട്ട് ലോൺ എടുക്കാനുള്ള കാര്യമുണ്ട്, അത് വേറെ കൊണ്ട് പറയാം. കാഡ് ബാങ്ക് തന്നെ നമുക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ്, നിങ്ങൾ എടുക്കൂ, നിങ്ങളിത് ചെയ്യൂ. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ലോൺ എടുത്തുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കഥ അടുത്ത വീഡിയോയിൽ.